വലിയ ഒരാൾ എഴുതി ചോദിച്ചതാണ് കമന്റ്. ഡോക്ടറെ, ഒരാളിന്റെ ജീവിതം ഇത്രയും വലിയ കോൺട്രവേഴ്സി, കുറ്റാരോപണങ്ങൾ, നീണ്ട നിയമ പോരാട്ടം, സാമൂഹ്യ പീഡഭാരം എന്നിവ കാരണം തകർന്നു പോകുന്നത് എന്താണ്? മനഃശാസ്ത്രപരമായി എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലുള്ള പബ്ലിക് സ്ക്രൂട്ടിനി, മീഡിയ അറ്റൻഷൻ, ഇങ്ങനെ തയ്യാറായിരിക്കുന്ന പ്രതികരണങ്ങൾ എന്നിവ ഒരു മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതെ അതെ, ഇത് പല പ്രശ്നങ്ങളും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ ഫെമിലിയർ ആവുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ പോപ്പുലർ ആവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എതിരാളികളും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അത് ഏത് പ്രൊഫഷൻ ആണെങ്കിലും, എനി പ്രൊഫഷൻ, ടീച്ചർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ. ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ലൊരു ഗുഡ് ടീച്ചറാണ്, നിങ്ങൾക്ക് പല അപ്രിസിയേഷൻസും പല സ്കൂളിൽ നിന്ന് മറ്റേ കിട്ടുമ്പോൾ നിങ്ങളെ കോവർക്കേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് എപ്പോഴും എന്താ ഇപ്പോൾ ഇയാൾക്ക് ഒരു പ്രത്യേക കഴിവുള്ളത്, നമ്മളിതെന്താ വ്യത്യസ്തം എന്നുള്ള അവരുടെ നോട്ടം അങ്ങനെ ആയിരിക്കും. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അല്ലാത്ത രീതിയിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും ഒക്കെ, മറ്റുള്ള ബിസിനസ് മേഖലയാണെങ്കിൽ പറയും വേണ്ട, അത് കുറച്ചുകൂടി രൂക്ഷമായിരിക്കും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് അത്തരം ബിസിനസ്സിലൊക്കെ അത് കുറച്ചുകൂടി പ്രകടമായി കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് എതിരാളികൾ വരും. അപ്പോൾ അതിന് ആ തരത്തിൽ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് ആ എതിർപ്പ് കൂടുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ഒരാൾ, ഇപ്പം ഞാൻ ആ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സെൽഫ് ഇവാലുവേഷൻ എപ്പോഴും നല്ലതാണ്. എന്നെ പുറത്തോട്ട് കാണുമ്പോൾ, എന്നെ പുറത്തോട്ട് ആളുകൾ കാണുന്ന കാഴ്ചപ്പാട്, എന്നിലുള്ള എനിക്ക് തരുന്ന റെസ്പെക്റ്റ്, എൻ്റെ ഒരു ഫാൻസ് അസോസിയേഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആരാധകരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് ഞാൻ എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് നമ്മൾ സെൽഫ് റിവാലുവേഷൻ നടത്തി ചിലപ്പോൾ അവരെ ലെവലിലേക്ക് കുറച്ച് താന്നു പോയി അവരോടൊക്കെ ഇടപഴകി സംസാരിച്ചില്ലെങ്കിൽ അവർക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഞങ്ങളത് ഉയർത്തി കൊണ്ടുവന്നിട്ടും ഇയാളിപ്പോ നമ്മളെ വലിയ ലെവലിൽ എത്തിയപ്പോൾ ഇയാളെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അത് ബാലൻസ് ചെയ്യുന്ന, അതിനാണ് നമ്മളൊരു മെച്യൂരിറ്റി എന്നൊക്കെ പറയാം. അതൊക്കെ വന്ന് നമ്മളൊരു ഇരുത്തം വരിക. ചില ആളുകള് നമ്മൾ പറയും പിന്നെ ഈ തറവാടിത്തുള്ളവര് അത് കാണിക്കുന്നു, മനസ്സിലായി. ചിലപ്പോ ഒരു പുതുതായിട്ട് പണം ഉണ്ടായ ആള് അത് ഷോ കാണിക്കും, മറ്റൊരു നമുക്ക് കണ്ടാൽ ചിലപ്പോ മനസ്സിലാവില്ല, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമ്പോ കാണില്ല. കാരണം അവരെ വീട്ടിലും കാര്യങ്ങളൊക്കെ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഇയാൾ ഇത്രയും വലിയ ആളാണോ എന്ന് തോന്നിപ്പോണ്, അയാളെ കാഴ്ചപ്പാടിലും മറ്റേ ഭയങ്കര ഷോ ഓഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ അതൊരു ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇപ്പൊ നടന്മാരാണെങ്കിൽ വരെ നമ്മളെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആർക്കും അധികം മിങ്കിൾ ചെയ്തിട്ടൊന്നും പരിചയമില്ല, നമ്മൾ സിനിമ കണ്ടിട്ട് പരിചയമുള്ളൂ. പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു കമന്റ് പറയും, അവൻ സിമ്പിളാണ്, അവൻ ഭയങ്കര ജാടയാണ്, അവന് ഭയങ്കര ജാടയെന്നാ കേൾക്കുന്നത്. ഇത് എവിടുന്ന് കിട്ടി? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ള മീഡിയസിലൂടെയും കേട്ടിട്ട്. അപ്പൊ അതിനെ പറ്റി നമുക്കൊരു സെയിം ബോധ്യമുണ്ട്. അപ്പൊ അങ്ങനെ എതിരാളികളും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പൊ ഇത് ഈ പ്രസന്റ് ചെയ്യുന്ന മാതിരിയാണ്. ഇപ്പൊ ഈ നീതിപീഠത്തിന്റെ മുമ്പിലൊക്കെ എത്തുമ്പോൾ ഇപ്പൊ വലിയൊരു നടനുണ്ടായിട്ടുള്ളൊരു കേസും മറ്റുമാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ അതില് നീതിപീഠത്തിന് മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണോ ആ പ്രസന്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അവര് അതിനൊരു വിധി പ്രഖ്യാപിക്കുക. അതിന് മറ്റുള്ള എതിർപക്ഷം ഫെയിലിയറായി എന്ന് വേണം പറയാൻ. കാരണം അവർക്ക് വേണ്ട തെളിവുകൾ അവർക്ക് അവിടെ തെളിയിക്കാൻ സാധിച്ചില്ല. അപ്പൊ അത് ആ നീതിപീഠത്തിന് മുമ്പ് പോയ അതിൻ്റെതായിട്ടുള്ള അഡ്വക്കേറ്റ്സിന്റെയും അവരുടെ ന്യായാധിപന്മാരുടെ കഴിവില്ലായ്മ വേണം പറയാൻ, അല്ലെങ്കിൽ അവർക്കത് നിരത്തി വെക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ജഡ്ജ് അതിനെ വെച്ചിട്ട് അസസ് ചെയ്തിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്, തീരുമാനം എടുക്കുന്നത്. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെയും ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ പല പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കാൻ നമ്മൾ പുറത്തോട്ട് കാണുമ്പോൾ എന്നെ ഭയങ്കര ബോൾഡായിട്ടൊക്കെ കണ്ടാൽ പോലും എൻ്റെ ഒരു പേഴ്സണലി ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഭയങ്കര ഇമോഷണലി വീക്കാവും. അപ്പൊ അങ്ങനെ വീക്കായിട്ട് പെട്ടെന്ന് താന്നു പോകും. ആ താന്നു പോകുമ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ചിലപ്പോൾ മുന്തി വരുന്നല്ല, ചില ആളുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പല ബിസിനസ്സുകാരും പല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളൊക്കെ സഹായം തേടാറുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് മനസ്സുകൊണ്ടാകെ തളർന്നു പോയി, വെയ്യ, ബാക്കിയൊക്കെ എനിക്ക് മാനേജ് ചെയ്യായിരുന്നു അല്ലേ. അപ്പൊ ശരിക്ക് നീതിപീഠം എന്ന് പറയുമ്പോൾ ആ നീതിപീഠത്തിന് മുമ്പ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. ബോത്ത് പാർട്ടീസിന് അതിനുള്ള ചാൻസുകളുണ്ട്, അവസരങ്ങളുണ്ട്. അവസരം കിട്ടിയിട്ട് അതിന് ഫൈനലായിട്ട് ഒരു ജഡ്ജ്മെന്റ് വരുമ്പോൾ പിന്നെ നമ്മൾ അതിനെ വിശകലനം നടത്തി അയാളെ പിന്നെയും കശാപ്പ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അൺലെസ് അതർവൈസ് പിന്നീട് രണ്ടാമെന്തെങ്കിലും ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പം നോക്കാം. അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ കമന്റ് പറഞ്ഞിട്ട് അയാളെ പറ്റ നാണം കെടുത്തുകയോ അല്ലെങ്കിൽ അയാളെ അധപ്പതിപ്പിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം നമുക്ക് കിട്ടിയ ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല. അപ്പൊ എനിക്കെതിരെ നിങ്ങൾ ഒരു ചില പ്രഖ്യാപനം കൊണ്ടുവന്നെങ്കിൽ ഞാനത് തെളിയിക്കാൻ കഴിയണം. അത് തെളിയിക്കാനുള്ള കപ്പാസിറ്റി ഞാൻ അഡ്വക്കേറ്റ്സിനെ വെച്ചിട്ട് നിങ്ങൾ അഡ്വക്കേറ്റ്സിനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചാൻസ് തന്നിട്ടുണ്ട് ഇൻഡിവിജ്വലായിട്ട്. നിങ്ങൾ വെച്ച അഡ്വക്കേറ്റ്സിനെ വെച്ചിട്ട് അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയണം. ഞാൻ അങ്ങനെ നിങ്ങളോട് എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തെങ്കിൽ ആ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള പ്രൂവ് ചെയ്യാൻ കഴിയണം. അല്ലാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും? എന്നിട്ട് പിന്നെയും എന്നെ സാഹചര്യ തെളിവുകൾ പറഞ്ഞിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ അർത്ഥമില്ല. അപ്പൊ അത്
അങ്ങനെ വരുമ്പോൾ നമ്മൾ പല ആളുകൾക്കും പല ഇഷ്യൂസും പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പിന്നെ ഇതൊക്കെ ഏകദേശം കുറെ സാഹചര്യങ്ങളും അവരെ പ്രൊഫഷനായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടും അവർ ചെയ്യുന്ന ബിസിനസ്സുകളും ഈ അവരെ പ്രൊഫഷൻ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും കൂടിയിട്ട് അതുകൂടാതെ അവർ ചെയ്യുന്ന പല ബിസിനസ്സുകളൊക്കെ കണക്റ്റഡ് ആയിക്കൊണ്ടൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾ ഡീപ്പായി പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ പബ്ലിക്കായിട്ട് നമ്മളത് കേൾക്കുമ്പോൾ അതൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പല പേഴ്സണാലിറ്റി പറ്റ ഡൗൺ ആയി പോകും. ചില ആളുകളൊക്കെ പിടിച്ചു നിൽക്കും, ചില ആൾക്കാർ പറ്റ ഡൗൺ ആയി പോകും. അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് അറിഞ്ഞാൽ തന്നെ അതിന്റെ ശരിക്കുള്ള ഒരു ഇവാലുവേഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ ഈ ജഡ്ജ്മെന്റിന്റെ ഇതെന്തെങ്കിലും വരുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് പിന്നെയും കമന്റ് പറഞ്ഞത് ശരിയായില്ല മറ്റേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ചർച്ചാ വിഷയമാക്കുകയും അയാളെ വീണ്ടും പ്രജാവധം ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ആരാണെങ്കിലും ഇപ്പൊ നമുക്ക് തന്നെ വരികയാണെങ്കിലും. പക്ഷെ ആസ് എ ഇൻഡിവിജ്വൽ അയാൾക്ക് ഇനി എന്തെങ്കിലും വേറെ തരത്തിൽ ജഡ്ജ്മെന്റിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ജഡ്ജസിന്റെ മുമ്പിൽ വേറെ തെളിവുകൾ എതിർകക്ഷിക്ക് നിരത്തി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അപ്പൊ അതിനെതിരെയുള്ള ജഡ്ജ്മെന്റ് വരും. അപ്പൊ നോക്കാം. അതുവരെ നമുക്ക് അയാൾക്കൊരു ഫ്രീഡം കൊടുക്കണം. അയാളിപ്പോ ഫ്രീ ആക്കി വിട്ടതല്ലേ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് ഉള്ള സമയം ഇനി അയാളെ ജീവിക്കാൻ അനുവദിക്കില്ല. ഒരു ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു സംഘർഷവും തളർച്ചയും ഒക്കെ അയാൾ അനുഭവിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരു ആരാണ് തെറ്റായാലും ശരിയായാലും ഇത്രയും സൈബറും എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരാളുടെ നേരെ വരുന്ന സമയത്ത് അപ്പൊ അത് തെറ്റ് ചെയ്തവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടും. പക്ഷെ എന്നാൽ ഇത് അഭിമുഖീകരിക്കുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കിട്ടാൻ കാരണം ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആവുകയും ഇത് അങ്ങനെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആയപ്പോ ഇതിപ്പം സാർ ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇന്നലെയും കൂടെ ചില ആളുകള് സ്വന്തം യൂട്യൂബ് ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ പോലും അറിയുന്നുണ്ടാവില്ല ഒരു പക്ഷേ ഈ കാര്യം പറഞ്ഞു ഇവരുടെ കാര്യം വീട്ടില് നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. മഞ്ജു വാര്യറും ദിലീപും തമ്മിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇവര് തമ്മിലുള്ള വിഷയങ്ങളാണ് വേറൊരാള് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ അത് ഇതിന് ഫോർ എക്സാമ്പിൾ ഞാൻ കുറെ മുമ്പ് ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ്. കുറെ മുമ്പ് ഒരു വട്ടം ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറുന്ന എവിടേക്കോ യാത്ര പുറപ്പെട്ട സമയത്ത് അതിൽ ഈവനിങ് പത്രം ഉണ്ടാവും. അപ്പൊ നമ്മളെ കോഴിക്കോടൊക്കെ ഉണ്ട് പ്രദീപം എന്നാണ് ഒരു പത്രം. അപ്പൊ ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പത്രമൊക്കെ വൈകുന്നേര സമയത്ത് ബസ്സിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യും. അപ്പൊ അതിങ്ങനെ വിതരണം ചെയ്യുന്ന സമയത്ത് ആ പേപ്പറുകൾ വാങ്ങുന്ന വളരെ 1-2 ആളുകൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. ആ ഇടയ്ക്ക് ആ വിൽക്കുന്ന ആ സെയിൽസ്മാൻ ആയിട്ടുള്ള പയ്യൻ എന്തോ ഇതേമായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു ന്യൂസ് പറഞ്ഞു. എന്താ ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ആ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അറിയണ്ടേ ന്യൂസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളുകൾ അങ്ങ് വാങ്ങൽ തുടങ്ങി. അപ്പൊ ആ ഒരു ആളുകളുടെ ആകാംക്ഷയാണ്. അപ്പൊ അന്ന് കാലികമായി ചർച്ച ചെയ്യുന്ന കാവ്യ വിവാഹം കഴിക്കുന്ന ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ എന്നാ പറഞ്ഞു നടക്കണുണ്ട്, റൂമർ ഉണ്ട്. എനിക്ക് തോന്നുന്നു സാർ അന്ന് ഇൻസ്റ്റ ഇതൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയ അത്രയും അങ്ങോട്ട് സജീവമായിട്ടില്ല. തീർച്ചയായും അതെ. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പേർക്കുമ്പോൾ ആളുകൾ ഭയങ്കര ആകാംക്ഷയോട് കേൾക്കാണ്. അപ്പൊ നമ്മള് പൈസ വായിക്കുന്നില്ല, ആ ഹെഡിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. ചിലപ്പോ ആ പത്രം വായിച്ച് മുഴുവൻ നോക്കിയാലും ചിലപ്പോൾ അതിൽ ഒരു വേർഡ് ചിലപ്പോൾ എവിടെയും സൈഡിൽ ഉണ്ടാവും. അത്ര ഉണ്ടോ. പക്ഷെ ആ പയ്യനൊരു ചെറിയ ടാക്ടിക്സ് ഉപയോഗിച്ച് അപ്പൊ ആളുകളുടെ ഇത് അങ്ങനെയാണ്. അപ്പൊ അത് നമ്മളെപ്പോഴും ഒരാളെ പറ്റ ഇല്ലാതാക്കരുത്. അവളുടെ വ്യക്തിത്വത്തെ നമ്മൾ അത് എത്രത്തോളം ബാധിക്കും നമ്മളൊന്നും ചിന്തിക്കുന്ന നല്ലതായിരിക്കണം. അതേസമയം അയാൾ ശിക്ഷ ചെയ്തിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം.